ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കാണിക്കുന്നത്. രാവിലെ തന്നെ നമ്മുടെ ജോലിയെല്ലാം പകുതിയിൽ കിടക്കുവാണ്. അപ്പോൾ അങ്ങ് ഇങ്ങ് വരെ നമ്മുടെ പാത്രം എല്ലാം അടുക്കളയിൽ നിരന്നിരിപ്പുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. രാവിലെ ഇപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതുമായിട്ടൊക്കെ ഒന്ന് സെറ്റ് ആവാൻ കുറേ ദിവസം എടുക്കുവേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചൂടയും മത്തിയും. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി നമ്മൾ പുറത്ത് വെച്ചിട്ട് വെട്ടിയിട്ട് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് അടുക്കള വൃത്തിയാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതാ കിട്ടിയ ആ മീനുകളെല്ലാം ഞാനിവിടെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരലുപ്പല്ല, നോർമൽ സാധാ നമ്മുടെ ഉപ്പ് വെച്ചിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ ഈ ഉപ്പിടുന്നത്. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കിന്ന് മത്തി മുളക് കറിയും വെക്കണം. അതുപോലെ തന്നെ ചൂട നമുക്ക് ഒന്ന് പൊരിച്ചും എടുക്കണമേ. അപ്പോൾ അതിനുള്ള പരിപാടികളാണ് ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. കാരണം സ്കൂൾ തുറപ്പാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരാൻ കുറേ ദിവസങ്ങളെടുത്തു. രാവിലെ നമ്മുടെ ആ ഒരു ജോലിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് മടിയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം മടിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ആ സമയം കിട്ടുമ്പം കുറച്ച് സമയം കിട്ടുമ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും പോയി ഒന്ന് കിടക്കാനാണേ നോക്കുന്നത്. അപ്പോൾ കിടക്കുന്ന സമയത്ത് പിന്നെ കുറേ റീൽസൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ സമയം പോവും. പിന്നെ മക്കളുമാർ സ്കൂളിൽ നിന്ന് വൈകിട്ട് വരുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ജോലി ചെയ്യാമല്ലോ. അവർ വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ജോലിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുറേ ദിവസം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് കമൻറ്റുകളൊക്കെ ഇടാൻ തുടങ്ങി, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് അങ്ങനെ വീഡിയോസൊന്നും ഇടാതിരുന്നത്. പിന്നെ ഇനി നമുക്ക് സമയമുള്ളതുപോലൊക്കെ ഇനിയിപ്പം ഇങ്ങനെ ഇടാവേ, വീഡിയോസൊക്കെ ഇടാം. പിന്നെ അത് തന്നെയല്ല, രാവിലത്തെ നമ്മുടെ ആ ഒരു തിരക്ക് സമയത്ത് നമുക്ക് ഈ വീഡിയോ എടുക്കലും എല്ലാം കൂടി നടക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് തന്നെ കുറേ ദിവസത്തിന് മുമ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴാണ് അതിന് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഇടുന്നതേ. അപ്പോൾ നല്ല നെയ്യുള്ള മത്തിയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു മത്തിയുടെ പരിഞ്ഞിൽ ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്കൊന്ന് പറ്റിച്ചെടുക്കണമേ. അപ്പോൾ അതാ ഇത് നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ ആ ഒരു ചട്ടി തന്നെയാണ് കഴുകി എടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ ആ ഒരു മുളക് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് ഞാനിതങ്ങ് അടുപ്പിലോട്ട് ആക്കുവാണ് ആദ്യം തന്നെ. പിന്നെ നമ്മൾ രാവിലെ നമ്മുടെ ആ ഒരു ചോറൊക്കെ റെഡിയാവും. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറൊക്കെ റെഡിയാക്കി വെച്ചേക്കുവേ. അതിൻ്റെ കൂടെ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പിള്ളേർക്ക് സ്കൂളിൽ കറികളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, അവർ കഴിക്കത്തുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ എന്തെങ്കിലും മെഴുക്ക് പുരട്ടിയോ മുട്ട പൊരിച്ചതോ ഒക്കെ ആയിട്ട് അങ്ങ് സ്കൂളിൽ കൊടുത്തു വിടുവേ. ഇതാ നമ്മുടെ അടുപ്പിൽ മുളക് കറി അടുപ്പേ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പൊരിക്കാനുള്ളതെല്ലാം എന്താ ഇതുപോലെ മുളക് പുരട്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് നമുക്ക് ഇതൊന്ന് അന്നേരത്തേക്ക് നമ്മൾ പതുക്കെ ചെയ്തെടുത്താൽ മതിയല്ലോ, തിരക്ക് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ രാവിലെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് എളുപ്പമാണ്. പക്ഷേങ്കിൽ എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നുന്നത് ഈ പാത്രങ്ങളൊക്കെ കഴുകുന്നതാണ്. ഇതിൻ്റെ ഈ ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ തട്ട് കഴുകുന്നതും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇടിയപ്പം ഞെക്കിയുണ്ടല്ലോ അത് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നതാണ് ഏറ്റവും പാട് പിടിച്ച പരിപാടി. ബാക്കി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ നമ്മുടെ ആ ഒരു പൊടിമീൻ, നമ്മുടെ ആ ഒരു ചൂട നമ്മളിവിടെ നിന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്, പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും സമാധാനത്തിൽ പോയി കിടക്കാമല്ലോ. അങ്ങനെയാണ്, അതുകൊണ്ടിത് ഞാനങ്ങ് റെഡിയാക്കി വെക്കുവാണേ. പിന്നെ ഇതാ നമ്മൾ കുറച്ച് മുട്ടയൊക്കെ രാവിലെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഐസ്ക്രീമിൻ്റെ ടിന്നാണ് ഇതിനകത്തിട്ട് വെച്ചേക്കുവാണ്. അതിനകത്ത് അടപ്പുണ്ടല്ലോ, അപ്പോൾ അടച്ച് നമുക്ക് മാറ്റി വെച്ചേക്കാമല്ലോ. അങ്ങനെ അതൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഈ ഒരു തുടപ്പും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അടുക്കള എല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഇനി സമാധാനപരമായിട്ട് രാവിലെ നമുക്ക് കുറച്ച് കൂഴച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട് നമുക്ക് ഇനി കുളിച്ച് പോയി കിടന്നൊന്ന് ഉറങ്ങാവേ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫേ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ച് അവിടെ നിന്ന് കഴിക്കുവാണേ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ്, ചെറുത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.